ഇനി ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല. ചില ചിത്രങ്ങൾ ആ കളിക്കളങ്ങൾ ഇപ്പോഴും സജീവമാണ്, നേടിയതും പൊരുതിക്കേറിയതും. പരീക്ഷണങ്ങളെ ജയിക്കാൻ നമ്മളെ പഠിപ്പിച്ചവർ, അറിയാൻ അറിവ് പകരാൻ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരായവർ, മാറുന്ന കാലം, വേഗം, ലോകം ഒപ്പം മുന്നേറാൻ പ്രാപ്തരാക്കിയവർ. ഇനി ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. Hi all, welcome to the improvement revision class. So നമ്മുടെ +1 ഇംപ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് 25th of October അല്ലേ. സോ 26th മാത്സും ആണ്. മാത്സ് ഇംപ്രൂവ്മെൻ്റ് എഴുതുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 10th ചാപ്റ്ററായ സ്ട്രേറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് കാണാത്തവർക്ക് യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. സയൻസും മാത്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? 10th ചാപ്റ്ററായ സ്ട്രേറ്റ് ലൈൻസ് ആണ്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 10th പഠിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുടെ റിവിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് പോകാൻ പറ്റും. സോ അതൊന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക് പോകാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മെയിൻലി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന പോലെ കോർഡിനേറ്റ് ജോമെട്രി, അതായത് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ട്. ആ കാർട്ടീഷ്യൻ പ്ലെയിനിൽ 2 ആക്സിസ് ഉണ്ട്, isn't it? ഓക്കെ, സോ നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ഡാഷും വൈ ഡാഷും ഉണ്ട്. ഇത് തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒറിജിൻ ആയിട്ട് വരും, isn't it? ഇവിടെ നിന്ന് നമ്മൾ ഇനി ഈ കാർട്ടീഷ്യൻ പ്ലെയിനും അതായത് നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രിയും ഓൾജിബ്രയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ 10th പഠിച്ചതുപോലെ ഈ പറയുന്ന പോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇതിൻ്റെയൊക്കെ ഒരു റിവിഷൻ നമുക്ക് ആവശ്യമാണ്. എങ്കിലാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുക. സോ ഫസ്റ്റ് നമുക്ക് ചാപ്റ്ററിൻ്റെ ലൈക്ക് 10th പഠിച്ചതിൻ്റെ റിവിഷൻ നോക്കാം. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് P x1 y1 ആൻഡ് Q x2 y2. ഈ പറയുന്ന പോയിൻറ്റ്സ് എവിടെയുള്ളത്? നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ XY പ്ലെയിനിലുള്ള പോയിൻറ്റ്സ് അല്ലേ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് x1 y1 ആൻഡ് Q x2 y2 is PQ, that is നമ്മൾ PQ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? ശരത് ഉണ്ട്, ചിക്കു ഉണ്ട്, ക്ലാസ്സിൽ വിഷ്ണു ഉണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളും ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യുക, മനസ്സിലായില്ലെങ്കിലും ചാറ്റിൽ ചോദിക്കുക. ഓക്കെ, സോ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്? It is x2 minus x1 the root of x2 minus x1 the whole square plus y2 minus y1 the whole square. Okay, then the coordinates of a point dividing the line segment joining the points x1 y1 and x2 y2 internally in the ratio m:n. അതായത് 2 points ഉണ്ട്. Okay, we are considering 2 points x1 y1
ആൻഡ് x2y2. ഇങ്ങനെ 2 പോയിന്റ്സ് ഉണ്ട്. ഈ 2 പോയിന്റ്സിനെ വേറൊരു പോയിന്റ് അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യാണ് ഇൻ ദ റേഷ്യോ m:n എന്നാണെങ്കിൽ ഈ പോയിന്റ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ഇന്റേണൽ ഡിവിഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. m എന്താണ്? നമ്മുടെ റേഷ്യോ അല്ലേ? ഏത് റേഷ്യോയിലാണ് ആ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് MON എന്നെടുത്താണ്. സോ mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n-ഉം അത് x കോർഡിനേറ്റും. y കോർഡിനേറ്റ് എന്താണ്? my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഇപ്പോൾ തന്നിരിക്കുന്ന റേഷ്യോ നെഗറ്റീവ് റേഷ്യോ m:n എന്നാണെങ്കിൽ ആ നെഗറ്റീവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ് ദ എക്സ്റ്റേണൽ ഡിവിഷൻ. ഓക്കെ, സോ ഇവിടെ ഇന്റേർണലി ഡിവൈഡഡ് ആയതുകൊണ്ടാണ് mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n-ഉം my2 പ്ലസ് ny1 ബൈ m പ്ലസ് n എന്ന് വരുന്നത്. എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ എങ്ങനെ വരും? ഇറ്റ് വിൽ ബി mx2 മൈനസ് nx1 ഡിവൈഡഡ് ബൈ m മൈനസ് n-ഉം my2 മൈനസ് ny1 ഡിവൈഡഡ് ബൈ m മൈനസ് n-ഉം. ഇത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ വരുന്നതാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നമുക്ക് ഈ പറയുന്ന ഡിവിഷൻ ഈക്വൽ ഡിവിഷൻ ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? m-ഉം n-ഉം 1:1 എന്ന് വരും അല്ലേ? അതായത് മിഡ് പോയിന്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. സോ ആ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഇൻ പെർട്ടിക്കുലർ ഇഫ് m is equal to n, ദാറ്റ് മീൻസ് ഈക്വൽ ഡിവിഷൻ ആണെങ്കിൽ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് x1 y1 ആൻഡ് x2 y2 വിൽ ബി x1 plus x2 by 2 and y1 plus y2 by 2. ഈസി അല്ലേ? അതായത് x1 y1 x2 y2. ഓക്കെ, സോ ഇങ്ങനെ 2 പോയിന്റ്സ് ഉണ്ട്, അതിനെ ഈക്വലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. m:n എന്ന് പറയുന്ന റേഷ്യോ 1:1 ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആയിരിക്കും, isn't it? സോ ആ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 x കോർഡിനേറ്റും y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 y കോർഡിനേറ്റും ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ? മനസ്സിലാകുന്നുണ്ടോ? യെസ്. സോ നെക്സ്റ്റ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ x1 y1 x2 y2 ആൻഡ് x3 y3. അതായത് ട്രയാങ്കിളിന് 3 വെർട്ടിസസ് ഉണ്ടാവും. ആ 3 വെർട്ടിസസിൻ്റെ 3 വെർട്ടിസസ് തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊക്കെ നമ്മൾ 10th പഠിച്ചതായി, 11th പഠിച്ച പോർഷൻസ് അല്ല, ഇതൊക്കെ 10th പഠിച്ച അതിൻ്റെ റിവിഷനാണ്. എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് മോഡുലസ് x1 ടൈംസ് y2 മൈനസ് y3 പ്ലസ് x2 ടൈംസ് y3 മൈനസ് y1 പ്ലസ് x3 ടൈംസ് y1 മൈനസ് y2. ഇവിടെ എന്തുകൊണ്ടാണ് മോഡുലസ് എടുക്കുന്നത്? കാരണം ഏരിയ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, isn't it? സോ അതുകൊണ്ടാണ് അവിടെ മോഡുലസ് എടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് സൈക്ലിക് ഓർഡറിൽ നോക്കിയാൽ മതി. x1 ടൈംസ് y2 മൈനസ് y3 പ്ലസ് x2 ടൈംസ് y3 മൈനസ് y1 പ്ലസ് x3 ടൈംസ് y1 മൈനസ് y2. The whole divided by 2, there we will be getting the area of triangle. Clear? ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഹായ് അഞ്ജു, ക്ലിയർ അല്ലേ? നമുക്ക് ബാക്കി ഇനി നമ്മുടെ +1 പോർഷനിലേക്ക് കടന്നാലോ? സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനും നമ്മൾ സ്ലോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്താണ് സ്ലോപ്പ്? നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന ഒരു വേർഡല്ലേ സ്ലോപ്പ് എന്നുള്ളത്. എന്താ സ്ലോപ്പ്? ക്ലിയർ മാം? ഓക്കെ മാം, എന്താ സ്ലോപ്പ് എന്നൊന്ന് പറയാമോ? എന്തായിരിക്കും? ചെരിവ് അല്ലേ? സോ ഇവിടെ ഇത് നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ലൈൻ L1. ഓക്കെ, ഈ ലൈൻ നമ്മുടെ എക്സ് ആക്സിസുമായിട്ട്, ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെയാണ് നമ്മളിവിടെ തീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട്, അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നു. ആൻഡ് ദാറ്റ് തീറ്റ ഇസ് നോൺ ആസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഓക്കെ, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. And tan value of this theta, tan theta is the slope of the line. ചെരിവ് അല്ലേ? അതായത് ഈ ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന സ്ലോപ്പാണ്, അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ടാൻ വാല്യൂ ഓഫ് ദാറ്റ് തീറ്റ, അതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആറ്റ് സ്മോൾ m. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? സോ
എന്താണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നുള്ളത് മനസ്സിലായി? തീറ്റ. തീറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് തീറ്റ. ആൻഡ് ടാൻ തീറ്റേനെയാണ് നമ്മൾ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്നും പറയുന്നത്. ഓക്കെ, ക്ലിയർ? നമുക്കിനി സെഗ്മെൻറ്റ് നോക്കിയാലോ. സോ the slope of a line is tan of the angle that line makes with the positive direction of x-axis. If theta is the angle, then the slope is tan theta. Slope നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം എന്നാണ്. നമ്മൾ പഠിക്കും, കാരണം രണ്ട് ലൈൻസിൻ്റെ ഒക്കെ വരുമ്പോൾ M1 M2 എന്നൊക്കെ എടുത്ത് പഠിക്കും. സോ എം റെപ്രസെൻറ്റ്സ് ദ tan theta or slope of the line. Once again, slope of a line is a tan of the angle that line makes with the positive direction of x-axis. Okay, if theta is the angle, theta ne nammal angle of inclination nu specific aayittu parayum. If theta is the angle, then slope is equal to tan theta. Clear? Okay, next part like poyalo. So idinathu the slope of x-axis is 0 and y-axis is not defined. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് ഒന്ന് ഫിഗർ വെച്ച് കണക്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ ഇവിടെ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ഇസ് 0. എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതിൻ്റെ ടാൻ തീറ്റയാണ് നമ്മൾ പറയുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ആംഗിൾ വരിക? എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര? 0. സോ ടാൻ 0 ഇസ് 0. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിവിടെ slope of x-axis is equal to tan theta is equal to 0 എന്ന് വരുന്നത്, because theta is equal to 0. നെക്സ്റ്റ് y-axis. y-axis x-axisuമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? പെർപെൻഡിക്കുലർ ആണ്. സോ tan 90 ഡിഗ്രി എന്താണ്? tan 90 ഡിഗ്രി is not defined. ക്ലിയർ ആയോ? ഓക്കെ, 0 ആണോ? ഓക്കെ, x-axisൻ്റെ അല്ലേ? സോ slope of the x-axis is 0 and slope of y-axis is not defined. എന്തുകൊണ്ട് 0 വന്നുവെന്നും എന്തുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആയെന്നും ക്ലിയർ ആയല്ലോ. ഒന്ന് കാണാപ്പാഠം പഠിക്കണ്ട, നമ്മൾ പഠിച്ചത് എന്തുകൊണ്ട് വന്നു എന്നും കൂടി അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. ഒരു കാര്യവും കാണാപ്പാഠം പഠിക്കാൻ നിൽക്കണ്ട. ക്ലിയർ? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. പാരലൽ ലൈൻസ് ഹാവ് സെയിം സ്ലോപ്പ്. ഓക്കെ, സോ രണ്ട് പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റ തന്നെയായിരിക്കും. ബിക്കോസ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ വോണ്ട് ഇൻ്റർസെക്റ്റ് അറ്റ് ഓൾ അല്ലേ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. സോ ഇഫ് L1 is making an angle theta with the positive direction of x-axis and if L2 is parallel to L1, then the slope of L2 will be same as that of L1. ഓക്കെ, മനസ്സിലായോ? അതായത് L1 എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ നമ്മൾ വേറൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു L2 which is parallel to L1. അങ്ങനെയെങ്കിൽ L2ൻ്റെ സ്ലോപ്പും ടാൻ തീറ്റ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ തന്നെയായിരിക്കും. തിരിച്ചും പറയാം, രണ്ട് ലൈൻസ് തമ്മിലുള്ള സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ ഓർ ടാൻ തീറ്റ 1 is equal to ടാൻ തീറ്റ 2 എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദോസ് ടു ലൈൻസ് ആർ പാരലൽ എന്നും പറയാം. ക്ലിയർ? ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് ഓഫ് പെർപെൻഡിക്കുലർ ലൈൻസ് is -1. രണ്ട് ലൈൻസ് ഉണ്ട്, L1 L2. ഓക്കെ, ഈ രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. ഇഫ് the slope of line L1 is M1 and slope of line M2 like L2 is M2, then the product of M1 and M2 is -2. Okay, ഇതിൻ്റെ തിരിച്ച് റിവേഴ്സും സെയിം ആണ്. അതായത് രണ്ട് സ്ലോപ്പുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് -1 ആണെങ്കിൽ ആ രണ്ട് ലൈൻസ്, അതായത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സ്ലോപ്പ് ഓഫ് y-axis is not defined. ഓക്കെ, സോ ഒന്നുകൂടിയും പറയാം, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ രണ്ട് സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -1 ആയിരിക്കും. റിവേഴ്സും കറക്റ്റ് ആണ്. രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് -1 ആണെങ്കിൽ ആ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കും. സിമിലർലി രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആയിരിക്കും. ക്ലിയർ? മൂവിങ് ഫോർവേഡ്. സ്ലോപ്പ് ഓഫ് പോസിറ്റീവ് തീറ്റ ഇസ് സ്ലോപ്പ് ഇസ് പോസിറ്റീവ് ഇഫ് തീറ്റ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. അതായത് തീറ്റയുടെ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്ലോപ്പ് എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഇഫ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. തീറ്റയുടെ റേഞ്ച് എത്ര വരും? നമ്മൾ അത് പറഞ്ഞില്ലല്ലോ. ഇറ്റ് വിൽ ബി
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റയുടെ റേഞ്ച് പോകുന്നത്. ഓക്കെ, നമ്മൾ തീറ്റ എന്താണെന്ന് പറഞ്ഞു, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും തീറ്റയുടെ റേഞ്ച്. ആ ഒരു പോയിന്റും കൂടി പറയുന്നു. സോ സ്ലോപ്പ് ഇസ് പോസിറ്റീവ് ഇഫ് തീറ്റ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഇഫ് സ്ലോപ്പ് ഇസ് നെഗറ്റീവ് ഇഫ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, സോ ശരത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയാണ് തീറ്റയുടെ വാല്യൂ വരിക? 0 to 180 ഡിഗ്രി. ഓക്കെ, ക്ലിയർ. ഓക്കെ, താങ്ക് യു. സോ മൂവിങ് ഫോർവേഡ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. ഇപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് തീറ്റ തന്നിട്ടില്ല. നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ഡയറക്റ്റ്ലി തീറ്റ തന്നിട്ടില്ല. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് വിൽ ബി y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് y കോർഡിനേറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ്സിൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ 2 പോയിൻറ്റ്സിൻ്റെ സ്ലോപ്പ്, ലൈക്ക് ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, വൺസ് അഗെയിൻ ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ്. ഒരു ലൈൻ നമ്മുടെ കയ്യിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് ഉപയോഗിച്ച് ആ 2 പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നാണ്. ക്ലിയർ? ഓക്കെ, സോ മൂവിങ് ഫോർവേഡ്, ഇഫ് 3 പോയിൻറ്റ്സ് ABC ആർ കൊളീനിയർ ദെൻ AB ആൻഡ് BC ഹാവ് സെയിം സ്ലോപ്പ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ കൊളീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കൊളീനിയർ എന്താണെന്ന് പറയാമോ? ചിക്കു, അഞ്ജു, ശരത്, എന്താ കൊളീനിയർ അല്ലെങ്കിൽ കൊളീനിയാരിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? എന്താ കൊളീനിയർ? അതായത് ആ പോയിന്റ്സ് ലൈ ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അതിനെയാണ് നമ്മൾ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ 3 പോയിന്റ്സ് A, B, C എടുക്കുകയാണ്. ഇഫ് ഓൾ ദ 3 പോയിന്റ്സ്, ഓക്കെ, ഇഫ് ഓൾ ദ 3 പോയിന്റ്സ് lie on the same straight line, then we could say that ABC are collinear points. Okay, if 3 points ABC are collinear, avada namukku endu parayam? The slope of AB is equal to slope of BC. Allengil if slope of AB and slope of BC are equal, then we could say that points A, B, C are collinear. Angane namukku parayam. Okay, clear? Okay, moving forward, if M1 and M2 be the slopes of 2 lines, then theta is the angle between them, which is given by tan theta is equal to modulus of M2 minus M1 by 1 plus M1 M2. Condition 1 plus M1 M2 is not equal to 0. ഓക്കെ, കാരണം ഡിനോമിനേറ്ററിൽ 0 ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ സ്പെസിഫിക്കലി പറയുന്നത്. നമ്മൾ 2 ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആ 2 ലൈൻ L1 L2 എന്ന് പറയുന്ന ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആ 2 ലൈൻസിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്ലോപ്സ് M1 ഉം M2 ആണെങ്കിൽ then the angle between them നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Angle between them can be find out by tan theta is equal to M2 minus M1 divided by 1 plus M1 M2. അതിൻ്റെ മോഡുലസ് വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുക. ക്ലിയർ? ഓക്കെ, സോ മൂവിങ് ഫോർവേഡ്, നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഓക്കെ, അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഫോം ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ സ്ലോപ്പ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, സ്ലോപ്പും പോയിൻറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇനിയുള്ള പോർഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ഇസ് y ഇസ് ഈക്വൽ ടു 0. ശരിയാണോ അത്? കാരണം ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലേ? എക്സ് എക്സ് ഡാഷ്, y y ഡാഷ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു 0. ഈ എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ y കോർഡിനേറ്റ് 0 അല്ലേ? isn't it? So if y is equal to 0 is the equation of a line given, it means that is x axis. Clear? Then equation of y axis appo endayirikkum? It will be x is equal to 0 alle? It will be x is equal to 0 കാരണം y axis ലെ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും, ഇവിടെയുള്ള ഏത് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. isn't it? So equation of y axis is x is equal to 0. Okay. Next equation of a horizontal line is y is equal to a, which means
സോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് ഇറ്റ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്, ഇസ്ന്റ് ഇറ്റ്? സോ പാരലൽ ടു എക്സ് ആക്സിസ് മീൻസ് അവിടെ എക്സ് ആക്സിസ് ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് ആക്സിസ് അല്ല, പക്ഷേ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈൻസ് ആണ്. സോ y ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ ലൈൻ, ഇക്വേഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഇനി ഈ എ പോസിറ്റീവ് ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു a, അതിൽ a പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ലൈൻ ലൈസ് എബവ് ദ എക്സ് ആക്സിസ്. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? അതായത് ഇതായിരിക്കും y ഈസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ. That means a horizontal line which is parallel to x-axis, and if a is positive it will be above the x-axis. അങ്ങനെയെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ വിച്ച് ഇസ് ബിലോ ദ എക്സ് ആക്സിസ് എന്നുള്ളതിന് ജനറൽ ഇക്വേഷൻ എങ്ങനെ പറയാം? y ഈസ് ഈക്വൽ ടു മൈനസ് എ എന്ന് പറയാം അല്ലേ? സോ ഇവിടെ എയുടെ വാല്യൂ നെഗറ്റീവ് ആയി. സോ y ഈസ് ഈക്വൽ ടു മൈനസ് എ മീൻസ് ദ ലൈൻ വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് വിൽ ബി ബിലോ എക്സ് ആക്സിസ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ഇനി ഇക്വേഷൻ ഓഫ് എ വെർട്ടിക്കൽ ലൈൻ is x is equal to a if a is positive. നമ്മളിപ്പോൾ ഈ പഠിച്ച അതേ കാര്യം നമ്മൾ ഇനി വെർട്ടിക്കൽ ലൈനിലേക്ക് കൺസിഡർ ചെയ്യുകയാണ്. സോ എക്സ് ഡാഷ് വൈ ഡാഷ്. ഓക്കെ, നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്യുകയാണ്. സോ വെർട്ടിക്കൽ ലൈൻ x is equal to a. If a is positive means it will lies on the right side of the y axis അല്ലേ? കൺഫ്യൂഷൻ മാറിയോ ചിക്കു? എന്താ കൺഫ്യൂഷൻ? ചിക്കുവിന് എന്താ കൺഫ്യൂഷൻ ഉണ്ടായേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആംഗിൾസ് ടാൻ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ടാണോ മാം? നെഗറ്റീവ് ആയതുകൊണ്ടാണോ മാം? എന്താ ബാക്കി എന്താ? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ നെഗറ്റീവ് ആവുന്നത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനത് കണ്ടില്ല. സോ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ നെഗറ്റീവ് ആവുന്നത് ടാന് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ നെഗറ്റീവ് ആവുന്നത് കൊണ്ടാണ്. കറക്റ്റ്. സോ യു ആർ ഏബിൾ ടു കണക്ട് ഇറ്റ് വിത്ത് വാട്ട് യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ ദ ട്രിഗ്നോമെട്രി പാർട്ട് അല്ലേ? നല്ല കാര്യം. ഓക്കെ, ഗുഡ് ചിക്കു. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഓക്കെ, ക്ലിയർ ആയി. സോ ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് ഇക്വേഷൻ ഓഫ് എ വെർട്ടിക്കൽ ലൈൻ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം എക്സ് ഇസ് ഈക്വൽ ടു എ. അവിടെ എ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ജനറൽ വെർട്ടിക്കൽ ലൈനിൻ്റെ ഇക്വേഷൻ. സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ എന്നാണെങ്കിലോ എയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലോ അതെവിടെയായിരിക്കും ലൈ ചെയ്യുക? ഇറ്റ് വിൽ ബി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് വൈ ആക്സിസ്, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. സോ മൂവിങ് ഫോർവേഡ്, പോയിന്റ് സ്ലോപ്പ് ഫോം. ദാറ്റ് മീൻസ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്, ഒരു ലൈനിൻ്റെ സ്ലോപ്പും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു ലൈൻ L1 കണ്ടുപിടിക്കണം. ആ L1ൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, m തന്നിട്ടുണ്ടാവും. ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ L1ൻ്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓക്കെ, സോ പോയിന്റ് സ്ലോപ്പ് ഫോം y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിൽ m എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ലൈനിൻ്റെ സ്ലോപ്പാണ് m. ആൻഡ് x1 y1 എന്താ? ഇറ്റ് ഇസ് എ പോയിന്റ് ഓൺ ദ ലൈൻ. അതായത് ഈ L1 എന്ന് പറയുന്ന പോയിന്റിൽ L1 എന്ന് പറയുന്ന ലൈനിൽ ലൈ ചെയ്യുന്ന ഒരു പോയിന്റാണ് x1 y1. ക്ലിയർ ആയോ? നമ്മുടെ കയ്യിൽ നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ട്, ആ ലൈനിലുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഈസിയാണ്. ദാറ്റ് മീൻസ് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. x1ഉം y1ഉം എന്താ? ആ ലൈനിലുള്ള ഒരു പോയിന്റും m എന്താണ്? ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ സ്ലോപ്പുമാണ്. ക്ലിയർ ആയോ? ഹായ് അഖില, ലേറ്റ് ആയല്ലോ. ഹായ് ഹേസൽ. ഓക്കെ, സോ മൂവിങ് ഫോർവേഡ്, നെക്സ്റ്റ് ഇനി നമ്മുടെ കയ്യിൽ ഡയറക്റ്റ്ലി സ്ലോപ്പ് തന്നിട്ടില്ല, പകരം നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൽ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാലോ, ഇല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ എങ്ങനെയാണ് 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? സോറി ഒന്നും വേണ്ട, കുഴപ്പമില്ലാകില്ല, ബട്ട് ബി ഓൺ ടൈം. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി പഠിക്കണ്ടേ? സോ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്തു.
സോ അതിനകത്ത് നമ്മൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം ഇറ്റ് വിൽ ബി y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു സ്ലോപ്പ് പോയിന്റ് ഫോം. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പഠിച്ചു അല്ലേ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡയറക്റ്റ്ലി m തന്നിട്ടില്ല, പക്ഷേ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാലോ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y മൈനസ് y1 ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ സ്ഥാനത്ത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ x മൈനസ് x1. ഇതല്ലേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ വന്നു എന്ന് ക്ലിയർ ആയോ? ഓക്കെ. സോ 2 പോയിന്റ് ഫോം എന്ന് പറയുമ്പോൾ അതായത് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം y മൈനസ് y1 ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണ് നമ്മുടെ സ്ലോപ്പ് അല്ലേ? x2 മൈനസ് x1 ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ x മൈനസ് x1 വേർ x1 y1 ആൻഡ് x2 y2 ആർ ദ 2 പോയിന്റ്സ് ഓൺ ദ ലൈൻ. ഓക്കെ, ക്ലിയർ? നൗ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. എന്താ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറയാമോ? വാട്ട് ഇസ് ദിസ് ഇൻ്റർസെപ്റ്റ് മീൻസ്? നമുക്കൊരു ലൈൻ ഉണ്ട്. ഓക്കെ, എന്താ ഇൻ്റർസെപ്റ്റ്? ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? അറിയാവുന്ന കാര്യം പറയോ, ശരിയോ തെറ്റോ ആവണമെന്നില്ല. എന്താണ് ഇൻ്റർസെപ്റ്റ് എന്നുള്ളത്? എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഉണ്ടാവും. എന്താ ഇൻ്റർസെപ്റ്റ്? എന്തായിരിക്കും എക്സ് ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ വൈ ഇൻ്റർസെപ്റ്റ് എന്നുള്ളത്? ദാറ്റ് മീൻസ് ഒരു ലൈൻ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ് ആക്സിസിൻ്റെ ലൈക്ക് ഇവിടെയുള്ള കോർഡിനേറ്റ്സ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് വിൽ ബി x0 എന്നായിരിക്കും. ഇസൻറ്റ് ഇറ്റ്? ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ x0 എന്ന് വരും. ഇസൻറ്റ് ഇറ്റ്? സോ അവിടെയുള്ള ആ എക്സ് കോർഡിനേറ്റിനെയാണ് നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. യെസ്, കറക്റ്റ്. സോ കറക്റ്റാണ് ചിക്കു. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അവിടെ y കോർഡിനേറ്റ് ഓൾറെഡി 0 ആണ്. സോ ആ എക്സ് കോർഡിനേറ്റിനെ ആയിരിക്കും നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ y ഇൻ്റർസെപ്റ്റ് എന്താണ്? എക്സ് ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് പിടികിട്ടിയില്ല. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? രോഹിണി, യെസ്, എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എക്സ് ഇൻ്റർസെപ്റ്റ്. സോ y ആക്സിസുമായിട്ട് ആ ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന y കോർഡിനേറ്റിനെ നമ്മൾ y ഇൻ്റർസെപ്റ്റ് എന്നും പറയും അല്ലേ? സോ ഇവിടെ ഇപ്പം നമ്മൾ എ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ എ ആണ് നമ്മുടെ എക്സ് ഇൻ്റർസെപ്റ്റും ബി ആയിരിക്കും നമ്മുടെ y ഇൻ്റർസെപ്റ്റും. ഓക്കെ, മീറ്റിംഗ് കോർഡിനേറ്റ് വിൽ ബി 0. ആക്ച്വലി അതെങ്ങനെയാണ് 0 ആകുന്നേ? മീറ്റിംഗ് കോർഡിനേറ്റ് വിൽ ബി 0. അതായത് ഇവിടെ ലൈക്ക് എക്സ് കോർഡിനേറ്റ് ഇസ് എ, y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, if we consider a line that is meeting at x axis എന്ന് പറയുമ്പോൾ അതിന് y കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, 0y. കറക്റ്റ്. ഓക്കെ, സോ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0y ആണ്. അതിൽ y-നെ ആയിരിക്കും നമ്മൾ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സോ എക്സും വൈയും കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു പോയിന്റ്സ് a0. സോ അതിൽ a എക്സ് ഇൻ്റർസെപ്റ്റ് എന്നും y ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ 0b എന്ന് പറയുന്ന കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ b ആയിരിക്കും ആ ലൈനിൻ്റെ y ഇൻ്റർസെപ്റ്റുമായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ആ ഇൻ്റർസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് എക്സ് ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം? സോ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, സ്ലോപ്പും ഉണ്ടാവും ഇൻ്റർസെപ്റ്റും വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? y is equal to mx plus c where m is the slope and x is the y intercept. ഓക്കെ, ഒരു ലൈൻ ഉണ്ട്, അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് c ആണ്. ഓക്കെ, 0z എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ സ്ലോപ്പ് എമ്മും ആണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് y is equal to mx plus c എന്ന് പറയുന്ന ഫോമാറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. where m is the slope and c is the y intercept. ഓക്കെ, ക്ലിയർ? ആൻഡ് ഇപ്പം നമുക്ക് y ഇൻ്റർസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് ഇൻ്റർസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം y is equal to m into x minus d. ഈ d എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ആർ എക്സ് ഇൻ്റർസെപ്റ്റ്. ഓക്കെ, y is equal to m into x minus d where d is the x intercept and m is the slope of the line. Clear?
ഇത്രയും ക്ലിയർ ആയോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ഇൻ്റർസെപ്റ്റ് ഫോം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും എയും ബിന്നും റെസ്പെക്റ്റീവ്ലി എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫോം ചെയ്യാൻ പറ്റും? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 എന്നാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എങ്ങനെയായിരുന്നു? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ യൂഷ്വലി നോക്കി വരുന്നത്. പക്ഷേ ഇൻ്റർസെപ്റ്റ് ഫോം വരുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദ കോൺസ്റ്റൻറ്റ് ഇസ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് ഇറ്റ് ഇസ് +1. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ =0 ഇട്ടല്ല, സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ +1 വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ. സോ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇൻ്റർസെപ്റ്റ് ഇൻ്റർസെപ്റ്റീവ് ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. അതിൽ എയും ബിയും എന്താണ്? എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും. ഓക്കെ, എക്സ് ഇൻ്റർസെപ്റ്റിൻ്റെ എക്സിന് താഴെ എക്സ് ഇൻ്റർസെപ്റ്റും വൈന് താഴെ വൈ ഇൻ്റർസെപ്റ്റും വരുന്ന രീതിയിൽ എഴുതിയിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയോ? പോയിൻറ്റ്സ് ലോ ഫോമിൽ നിന്ന് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ മാം? യെസ്, അതെ, എല്ലാം അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇത് റിവിഷൻ ക്ലാസ് അല്ലേ? സോ നമ്മൾ ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ആ പോയിൻറ്റ്സ് ലോ ഫോമിൽ നിന്ന് തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഓക്കെ, സോ അതിൽ നിന്ന് ഇപ്പം ആ ഡെറിവേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് എക്സാക്ട്ലി നമ്മൾ ആ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകുന്നു. ഓക്കെ, സോ ചിക്കുവിന് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഗ്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോർമൽ ഫോം. നോർമൽ ഫോം എന്ന് പറയുന്നത് എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പി. ഓക്കെ, എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പി. ഇതിൽ പി എന്താണ്? പി ഇസ് ദ ലെങ്ത് ഓഫ് നോർമൽ ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ. സോ ഇവിടെ നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ലൈൻ L1, L1 എന്ന് എടുക്കാം, ഒരു ലൈനേ ഉള്ളൂ. സോ ഈ ലൈൻ എല്ലിൻ്റെ, അതായത് ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം നമ്മൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്തത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആയിരുന്നു. അതായത് ലൈന് എക്സ് ആക്സിസുമായിട്ട് മേക്ക് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്. പക്ഷേ നോർമൽ ഫോമിൽ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ഈ നോർമൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ചില ബുക്കിനകത്ത് നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞു കാണാറുണ്ട്. കാരണം ഈ തീറ്റയും സ്ലോപ്പിൻ്റെ തീറ്റയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോർമൽ ഫോമിൽ ഒമേഗ ഇട്ടും കാണുന്നത്. ഓക്കെ, ഒമേഗ ഇട്ടും കാണാറുണ്ട്. സോ ഇവിടെ നോർമൽ ഫോമിൽ തീറ്റ എന്ന് പറയുന്നത് ഈ നോർമൽ, അതായത് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ അല്ലേ? അതായത് ലൈനിൻ്റെ ഒറിജിനിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നോർമൽ ഫോമിൽ നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. അത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്കെ, സോ നോർമൽ ഫോം ഓഫ് an equation is x cos theta plus y sin theta is equal to p, where p is the length of the normal from the origin, അല്ലേ? perpendicular distance of the line to the origin, and theta is the angle that the normal makes with the positive direction of x-axis. Clear ആയോ? Okay. Next, now we'll be looking into the general equation of a line. ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയൊക്കെ ഫോം ചെയ്യും നോക്കിയാലോ, 1 by 1. General equation of a line is of the form ax plus by plus c is equal to 0, where a, b, c are real constants. എന്താണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്? ഏത് ഫോമാറ്റിലാണ്? ax plus by plus c is equal to 0, where a, b, c are real constants. Okay? Then slope of a line, അതായത് നമ്മുടെ കയ്യിൽ ജനറൽ ഇക്വേഷൻ ഉണ്ട്, അവിടെ നിന്ന് എങ്ങനെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം? ഇത്രയും നേരം നമ്മൾ നോക്കിയത് എങ്ങനെയായിരുന്നു? പോയിന്റ് ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ സ്ലോപ്പ് കണ്ടുപിടിക്കാം? സോ ഇഫ് നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ ax plus by plus c is equal to 0 എന്ന് പറയുന്ന ഫോർമാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -a/b. a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്. b എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വൈയുടെ കോയിഫിഷ്യൻറ്റ്. സോ
the slope of a line which is of the form ax plus by plus c is equal to 0. അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? മൈനസ് എ ബൈ ബി എന്നായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ടു ദ നെക്സ്റ്റ്, പാരലൽ ലൈൻസ് ഡിഫർ ഓൺലി ഇൻ കോൺസ്റ്റന്റ് ടേം. അതായത് നമുക്കൊരു ലൈൻ ഉണ്ട് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇതിന് പാരലായിട്ടുള്ള വേറൊരു ലൈൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാണ്. അതായത് രണ്ട് ലൈൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് പാരലാണോ അല്ലയോ, നമുക്ക് ഓൾറെഡി പാരലിസം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ഇതുവരെ പഠിച്ചു വെച്ചിരുന്നത്. അതായത് സ്ലോപ്പ് രണ്ട് സെയിം ആയിരിക്കും, m1 is equal to m2 എന്നായിരിക്കും. അല്ലാതെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആ രണ്ട് ലൈൻസിൻ്റെയും കോൺസ്റ്റൻറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടാകുള്ളൂ. ഓക്കെ. എക്സ് കോയിഫിഷ്യൻറ്റും വൈ കോയിഫിഷ്യൻറ്റും സെയിം ആയിരിക്കും. സോ പാരലൽ ലൈൻസ് ഡിഫർ ഓൺലി ഇൻ കോൺസ്റ്റന്റ് ടേം. ദാറ്റ് ഈസ് ലൈൻ പാരലൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ഏസ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. ഓക്കെ. രണ്ട് ലൈൻസ് പാരലാണോ നോക്കണമെങ്കിൽ നമുക്ക് സ്ലോപ്പ് വെച്ചും കണ്ടുപിടിക്കാം. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ജനറൽ ഫോമിലേക്ക് ഇക്വേഷൻസിനെ കൊണ്ടുവന്നിട്ട് എക്സ് കോയിഫിഷ്യൻറ്റ് വൈ കോയിഫിഷ്യൻറ്റ് സെയിം ആണ്, കോൺസ്റ്റൻറ്റിൽ മാത്രമേ ഡിഫർ ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. Okay, clear? Next, a line perpendicular to a line ax plus by plus c is equal to 0. അവിടെ എങ്ങനെയായിരിക്കും? ആ നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട് ax plus by plus c is equal to 0. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വേറൊരു ലൈൻ, പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കും? bx മൈനസ് എ വൈ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. അതായത് കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? സി മാറി കെ ആയി, കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇവിടെ എന്താ ഡിഫർ ചെയ്തേക്കുന്നത്? കോയിഫിഷ്യൻസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിലെ വൈ കോയിഫിഷ്യൻറ്റ് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ എക്സ് കോയിഫിഷ്യൻ്റ് ആകും, ആൻഡ് എക്സ് കോയിഫിഷ്യൻറ്റ് തന്നിരിക്കുന്ന ലൈനിൻ്റെ എക്സ് കോയിഫിഷ്യൻറ്റ് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ വൈ കോയിഫിഷ്യൻ്റ് ആകും. പോരാത്തിന് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ മിഡിൽ ടേമിൻ്റെ സൈൻ നെഗറ്റീവ് ആകും. ക്ലിയർ? അതായത് ഇവിടെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിൻ്റെ വൈ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആയിരിക്കും, റിവേഴ്സ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? സോ a line perpendicular to ax plus by plus c is equal to 0 as bx minus ay plus k is equal to 0 ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, മൂവിങ് ഫോർവേഡ്. Next, the equation of the family of lines passing through the intersection of lines a1x plus b1y plus c1 is equal to 0 and a2x plus b2y plus c2 is equal to 0 is of the form. അതായത് രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഇൻ്റർസെക്ഷനിലൂടെ നമുക്ക് ഇഷ്ടം പോലെ ലൈൻ പാസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ രണ്ട് ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം a1x പ്ലസ് b1y പ്ലസ് c1 പ്ലസ് k ടൈംസ് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0 ഫോമാറ്റ് ആയിരിക്കും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സപ്ലിമെൻ്ററി പോർഷനകത്ത് വരുന്ന ടോപ്പിക്കാണ്. ഇത് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് രണ്ട് ലൈൻസ് ഉണ്ട്, ആ രണ്ട് ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? രണ്ട് ലൈൻസ് ഏതൊക്കെയാണ്? a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0യും അടുത്ത ലൈൻ L2 എന്ന് പറയുന്നത് a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവ തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് c1 പ്ലസ് k ഇൻറ്റു a2x plus b2y plus c2 is equal to 0 where k is the parameter അല്ലെങ്കിൽ constant. Okay, clear? Okay, Rohini. So moving forward, normal form of a equation, അതായത് നമ്മുടെ കയ്യിൽ ax plus by plus c is equal to 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ നോർമൽ ഫോം എങ്ങനെ ഫോം ചെയ്യാം? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പി. ഓക്കെ, ഇതിൽ നമുക്ക് കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എയും ബിയും എന്താണ്? എ എന്ന് പറയുന്നത് എക്സിൻ്റെ, അതായത് നമ്മുടെ ഈ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എക്സ് കോയിഫിഷ്യൻറ്റും ബി എന്ന് പറയുന്നത് വൈ കോയിഫിഷ്യൻറ്റുമാണ്. ഓക്കെ, സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി plus or minus root of b by root of
a square plus b square. And p എന്ന് പറയുന്നത് നമ്മുടെ perpendicular distance അല്ലേ? Perpendicular distance of the line to the origin. So, ആ perpendicular distance എന്തായിരിക്കും? It will be plus or minus c by root of a square plus b square. c എന്താണ്? നമ്മുടെ general equationലെ constant. Okay. So, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ 2x plus 3y is equal to 4 എന്നാണെങ്കിൽ ഇവിടെ c വാല്യൂ 4 ആണോ എടുക്കേണ്ടത്? അല്ല. കാരണം നമ്മൾ ഈ ഇക്വേഷനെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരണം. സോ ഇറ്റ് വിൽ ബി 2x plus 3y minus 4 is equal to 0. സോ സിയുടെ വാല്യൂ -4 ആണ്. ഓക്കെ. സോ സിയുടെ വാല്യൂ -4 എടുത്ത് വേണം ഇവിടെ പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ. ക്ലിയർ? ആൻഡ് പി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണല്ലോ, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ പ്രോപ്പർ ചോയ്സ് ഓഫ് സൈൻസ് ഇസ് മെയ്ഡ് സോ ദാറ്റ് പി ഷുഡ് ബി പോസിറ്റീവ്. ഇപ്പം നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് സി എന്നാലേ നമുക്ക് പി പോസിറ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ? ഓക്കെ. മൂവിങ് ഫോർവേഡ്. Now the perpendicular distance. ഇനി ഡിസ്റ്റൻസിൻ്റെ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാനുള്ളൂ. That is the perpendicular distance of a point x1, y1 from the line of ax plus by plus c is equal to 0 is modulus of ax1 plus by1 plus c the whole divided by root of a square plus b square. എന്താ പറയുന്നത്? അതായത് നമുക്കൊരു ഒരു ലൈൻ ഉണ്ട്, x plus by plus c is equal to 0 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഓക്കെ. ആ ലൈനിന് ഒരു വേറൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു x1, y1. സോ ഈ ലൈനും ഈ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ x1ഉം വൈൻ്റെ സ്ഥാനത്ത് y1ഉം ഇട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം മോഡുലസ് ഓഫ് ax1 plus by1 plus c the whole divided by a square plus b square. Okay? Clear? Now the distance between the parallel lines ax plus by plus c is equal to 0 and ax plus by plus k is equal to 0. Here we are considering two parallel lines. Okay? We are രണ്ട് parallel lines consider ചെയ്യാണ്. നമുക്ക് ഓൾറെഡി അറിയാം parallel linesൻ്റെ കേസിൽ it will differ with the constant term അല്ലേ? x coefficient and y coefficients are same. So we are considering two parallel lines ax plus by plus c is equal to 0 and ax plus by plus k is equal to 0. Okay? Then the distance between the parallel lines will be modulus of c minus k, that is the difference of the constant divided by root of a square plus b square. Thomas, I don't know Malayalam. Okay, Thomas, I'm taking the class in bilingual. That means we'll be taking the class also in English and Malayalam. So I hope you are able to connect it with the English part. Like I am also translating it into the Malayalam. Okay. So here the distance between two parallel lines. If we are considering two parallel lines, okay, then the distance between those two parallel lines is given by modulus of c minus k divided by root of a square plus b square. Thomas, are you able to connect? Hello? So in this case, we already know that if we compare the equation of two parallel lines, it differ only with the constant term. So the distance between them is given by the ratio of difference in the constant term divided by root of a square plus b square. Clear? Now we have done with the theory part of this chapter. Now we'll be moving on to the previous year questions. Okay? So one by one, the first question. Find the equation of the line perpendicular to the line x minus 7y plus 5 is equal to 0 and passing through 2 minus 3. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരു we are having a line അല്ലേ? അതായത് x minus 7y plus 5 is equal to 0 എന്ന് പറയുന്ന ഒരു ലൈൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. Okay? And we need to find the equation of the line which is perpendicular to. ഈ ലൈന് perpendicular ആയിട്ട് വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് പാസ് ത്രൂ 2 minus 3. സോ ഈ പെർപെൻഡിക്കുലർ ലൈൻ 2 minus 3യിലൂടെ പാസ് ചെയ്യും. ഓക്കെ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വേഷൻ ഓഫ് ദ ലൈൻ നമുക്ക് എങ്ങനെയാണ് ഫോം ചെയ്യാൻ പറ്റുന്നത്? പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ ഫോം ചെയ്യാം അല്ലേ? നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ ഫസ്റ്റ് നോക്കിയില്ലേ? അതായത് പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ?
അപ്പോൾ എങ്ങനെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് കണ്ടുപിടിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈനും കൂടിയുണ്ട്. ഏതാ ആ ലൈൻ? എക്സ് മൈനസ് 7y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ സ്ലോപ്സ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താ? ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ആർ -1 അല്ലേ? അതായത് L1 ഉം L2. സോ ഇവിടെ M1 ഉം M2 എന്നാണെങ്കിൽ what is the product of their slopes? The slopes will be -1. M1 times M2 is equal to -1 എന്ന് വരും. Isn't it? Clear? ഈ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ലൈൻ ഇക്വേഷൻ ഓഫ് ലൈൻ ദാറ്റ് ഇസ് എക്സ് മൈനസ് 7y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് M2 കിട്ടുമല്ലോ. Isn't it? M2 ഉണ്ടെങ്കിൽ M2 നമ്മുടെ കയ്യിലുണ്ട്. സോ M1 വിൽ ബി -1 ഡിവൈഡഡ് ബൈ M2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ട ലൈനിൻ്റെ സ്ലോപ്പും ഉണ്ട്, ഒരു പോയിന്റും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. ഓക്കെ, യെസ്. സോ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ലൈൻ എന്താണ്? എക്സ് മൈനസ് 7y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. സോ ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണ് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്കിൽ, ലൈൻ ഓഫ് ദ ഇക്വേഷൻ എങ്കിൽ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാനൊരു ഇതുണ്ടല്ലോ. ഇറ്റ് വിൽ ബി -a/b അല്ലേ? വേർ a ഇസ് ദ എക്സ് കോഎഫിഷ്യൻ ആൻഡ് b ഇസ് ദ y കോഎഫിഷ്യൻ. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്കാണ് ഇക്വേഷനെ കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് മൈനസ് 7y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദ സ്ലോപ്പ് വിൽ ബി, ഇവിടെ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -a/b that is equal to -1 by -7 which is equal to 1/7 എന്ന് വരും. Isn't it? So ഇവിടെ M1 is equal to 1/7. We need to find out the slope of a line which is perpendicular to the given line. അല്ലേ? സോ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ആ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? We already know M1 into M2 is equal to -1. We have M1 is equal to 1/7 times M2 is equal to -1. That means M2 is equal to -7 എന്ന് വരും. Isn't it? അല്ലേ? സോ M2 is equal to -7 എന്ന് വരും. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ? അതായത് സ്ലോപ്പും പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ ഓഫ് ദ ലൈൻ വരുന്നത്? ഇറ്റ് വിൽ ബി y മൈനസ് y1 is equal to m into x മൈനസ് x1 അല്ലേ? y മൈനസ് y1 is equal to m into x മൈനസ് x1. ഇവിടെ m എന്ന് പറയുന്നത് നമ്മുടെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പാണ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഗിവൺ ഇക്വേഷനിൽ നിന്ന്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. ദാറ്റ് മീൻസ് m1 ടൈംസ് m2 is equal to -1. സോ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ലൈനിൻ്റെ സ്ലോപ്പ് -7 ആണെന്ന് കിട്ടി. നമ്മൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ പോയിന്റ്സ് ഏതൊക്കെയാണ്? 2 -3, isn't it? So y minus -3 is equal to -7 into x minus 2 അല്ലേ? എക്സിൻ്റെ വാല്യൂ +2 ഉം വൈൻ്റെ വാല്യൂ -3 ഉം m -7 ഉം. That means y plus 3 is equal to -7x plus 14. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇറ്റ് വിൽ ബി 7x പ്ലസ് y പ്ലസ് 3 മൈനസ് 14 ഇസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് 7x പ്ലസ് y മൈനസ് 11 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ക്ലിയർ? ഓക്കെ, ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? 7x പ്ലസ് y മൈനസ് 11 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? മൂവിങ് ഫോർവേഡ്. Next, find the slope of the line joining -2, 6 and 4, 8. First part of the question. Second part, find the value of x if the above line is perpendicular to the line joining 8, 12 and x 24. ഇത് മാർച്ച് 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 points -2, 6 ഉം 4, 8. നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണത്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? പോയിന്റ്സ് തന്നിരിക്കുന്നത് -2, 6 എന്നും 4, 8 എന്നുമാണ് അല്ലേ? സോ
അതായത് ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി y2 minus y1 by x2 minus x1. Slope is equal to y2 minus y1 by x2 minus x1. Value substitute ചെയ്താൽ പോരെ? It will be 8 minus 6 divided by 4 minus minus 2. 8 minus 6 is 2 divided by 4 plus 2. That is 6 എന്ന് വരും അല്ലേ? Which is equal to 1 by 3. So slope of the line എന്തായിരിക്കും? അതായത് -6 -6 and 4 8 പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി 1/3 ആണ്. സെക്കൻഡ് പാർട്ട് നോക്കാം. Find the value of x if the above line is perpendicular to the line joining 8, 12 and x 24. അതായത് -6 4 8. ഓക്കെ, ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിച്ചത് 1/3 എന്ന്. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യുന്നത് 8, 12ഉം x 24 എന്ന് പറയുന്ന പോയിന്റ്സിലൂടെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -1 ആയിരിക്കും അല്ലേ? യെസ്, ഇവിടെ സ്ലോപ്പ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/3 ആണ്. കറക്റ്റ് ആണ് രോഹിണി. സോ ഇവിടെ നമുക്ക് ഈ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ എക്സ് എന്ന് പറയുന്ന, അതായത് ഇവിടെ വരുന്ന ഈ എക്സ് കോർഡിനേറ്റ്, ദാറ്റ് മീൻസ് 8, 12ഉം x 24ലും കൂടെ പാസ് ചെയ്യുന്ന ലൈൻ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച ലൈനിൻ്റെ സ്ലോപ്പുമായിട്ട് അത് രണ്ടും പെർപെൻഡിക്കുലർ ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഈ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് m1 ആണെങ്കിൽ സെക്കൻഡ് ലൈൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് m2 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം? m1 ടൈംസ് m2 is equal to -1 എന്നറിയാം അല്ലേ? m1 ടൈംസ് m2 is equal to -1. സോ അതിൽ നിന്ന് നമുക്ക് m2 കിട്ടില്ലേ? കറക്റ്റ്, അതിൽ നിന്ന് നമുക്ക് m2 കിട്ടുമല്ലോ. ദാറ്റ് മീൻസ് സ്ലോപ്പ് is equal to 1/3, m2 is equal to -3 എന്ന് വരും അല്ലേ? സോ സ്ലോപ്പ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കും ഒന്ന് പറഞ്ഞേ. സോറി, ഓക്കെ, വാല്യൂ ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ ഇവിടെ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. റെസ്പോണ്ട് ചെയ്യൂ. ഇത്രയും ഞാൻ പറഞ്ഞു തന്നു, ബാക്കിയൊന്ന് പറഞ്ഞേ. ദാറ്റ് ഈസ് m1 ടൈംസ് m2 is equal to -1. അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു -3 എന്നല്ലേ? സോ ഇതിൽ നിന്ന് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ദ എബവ് ലൈൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദീസ് 2 പോയിന്റ്സ്. അപ്പം നമുക്ക് നമ്മൾ പഠിച്ചത് വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞേ എങ്ങനെയാണ് വരികയെന്ന്. യെസ്, പറയൂ, കമൻസ് കാണട്ടെ. നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്താൽ പോരെ? ഈ m2 എന്ന് പറയുന്നത് -3 ആണ്. എന്താണ് m2? ഈ രണ്ട് പോയിന്റ്സിൻ്റെ, അതായത് y2 minus y1 by x2 minus x1 അല്ലേ ഈ -3? isn't it? ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ദാറ്റ് ഈസ് m2 is equal to -3. നമ്മുടെ m2 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് m2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 24 minus 12 divided by x minus 8. അതാണ് നമ്മുടെ m2 അല്ലേ? അതിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എത്രയെന്ന് കിട്ടി? -3 എന്ന് കിട്ടി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സ്ലോപ്പിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യെസ് രോഹിണി, കറക്റ്റ്. സോ m2 is equal to, we already know it is y2 minus y1 by x2 minus x1. that is equal to -3 എന്നാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നമ്മുടെ y2 എന്ന് പറയുന്നത് 24 minus 12 divided by x2 എന്ന് പറയുന്നത് എന്താണ്? x minus 8 എന്ന് എടുക്കുക അല്ലേ? കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ 24 minus 12 divided by x minus 8 which is equal to -3. ഈ -3 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? പെർപെൻഡിക്കുലർ ലൈൻ ആണ്. സോ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
24 minus 12 is equal to minus 3 into x minus 8 എന്ന് വരും. Isn't it? So 24 minus 12 is 12 is equal to minus 3x plus minus 3 into minus 8 which will be 24 അല്ലേ plus 24 എന്ന് വരും. That means 3x is equal to 24 minus 12. That means x is equal to 12 by 3 which is equal to 4 എന്ന് വരും. Clear? 4 ആണോ എല്ലാവർക്കും കിട്ടിയ വാല്യൂ? Hello?